നമസ്കാരം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് പിന്നാലെ അമ്മയെ കാണാൻ പോയ സന്തോഷം പങ്കുവച്ച് നടൻ മോഹൻലാൽ. അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണെന്നും എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്നും മോഹൻലാൽ പറയുന്നു. തന്നെ അമ്മ അനുഗ്രഹിച്ചുവെന്നും മോഹൻലാൽ പ്രസ് മീറ്റിൽ പറഞ്ഞു. ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ മോഹൻലാൽ അമ്മയെ കണ്ടതിന് ശേഷമാണ് പ്രസ് മീറ്റിനെത്തിയത്. അമ്മയുടെ അടുത്തുപോയി. അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ്. അമ്മ എല്ലാം മനസ്സിലാക്കി, എന്നെ അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാകും. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഇങ്ങോട്ട് വന്നതെന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ പോസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളല്ലേ, ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അദ്ദേഹവുമായി നല്ല സൗഹൃദമുള്ള ആളാണ് ഞാൻ. കമ്പനി എന്ന സിനിമയിൽ അഭിനയിച്ച ആളാണ്. എല്ലാവരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി രാം ഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. തനിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അറിയില്ലെന്നും അദ്ദേഹം ചെയ്ത സിനിമ കണ്ട ആരെയും കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലെന്നും, പക്ഷേ മോഹൻലാലിനെ താൻ കണ്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ദാദാ സാഹിബ് ഫാൽക്കെക്ക് ഒരു മോഹൻലാൽ അവാർഡ് കൊടുക്കണമെന്നായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ RGV കുറിച്ചിരുന്നത്. എന്നാൽ ഈ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നതായാണ് നടൻ മോഹൻലാൽ പറയുന്നത്. സിനിമാ മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രേക്ഷകരും ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത്. അവർക്കെല്ലാം നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചാണ് അവാർഡ് വിവരം അറിയിച്ചത്. സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത കാര്യമായിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡാണിത്. ഈശ്വരനോട് നന്ദി പറയുന്നു. ഈ അവാർഡ് വളരെ പ്രത്യേകതയുള്ളതാണ്. ഏത് ജോലിയിലും സത്യസന്ധത കാണിക്കണം, കൃത്യമായി ചെയ്യണം. അതിനായി സഹായിച്ച പല ആളുകളുണ്ട്. അവരുമായി ഞാൻ ഈ അവാർഡ് പങ്കുവെക്കുന്നു. പ്രത്യേക റോളിനായി ആഗ്രഹങ്ങളില്ല. നല്ല സിനിമകൾ ചെയ്യണം, നല്ല ആളുകളുമായി സഹകരിക്കണം. നല്ല റോളുകൾ കിട്ടുന്നത് ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് ഇത്തരം ഭാഗ്യമുണ്ട്. വലിയ നടന്മാരുമായി അഭിനയിക്കാൻ കഴിഞ്ഞു. അവരുടെ എല്ലാം അനുഗ്രഹം ഈ അവാർഡിന് പിന്നിലുണ്ട്. അമ്മയുടെ അടുത്ത് പോയി കണ്ടു. അവാർഡ് ലഭിച്ചത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. അമ്മ സുഖമില്ലാതെ ഇരിക്കുകയാണ്. അമ്മ മനസ്സിലാക്കി അനുഗ്രഹിച്ചു. അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഈ അവാർഡിന് പിന്നിലുണ്ടെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. സിനിമാ രംഗത്തെ വലിയ അവാർഡാണിത്. തന്റെ 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു അവാർഡ്. ജൂറിക്കും കേന്ദ്ര സർക്കാരിനും എന്നെ ഞാനാക്കിയ മലയാള സിനിമയ്ക്ക് നന്ദി. മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. മഹാരഥന്മാർക്കാണ് മുൻപ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ അവാർഡ് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു. 48 വർഷമായി സിനിമയിൽ എന്നോട് സഹകരിച്ച പലരും ഇന്നില്ല. സിനിമാ മേഖലയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായതെന്നും അവർക്ക് നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ്. സ്വപ്നം കണ്ടിട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമമാകും. എനിക്ക് കിട്ടുന്ന ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കും. ഈ ജോലി അല്ലാതെ എനിക്ക് മറ്റൊരു ജോലി അറിയില്ല. നല്ല സിനിമകൾ ഉണ്ടാകണം. അതിനായുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാകാൻ തയ്യാറാണ്. അതാണ് സ്വപ്നം. മുകളിലേക്ക് കയറുമ്പോൾ കൂടെ നിൽക്കുന്നവരെ നോക്കുക. കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാകും പിന്തുണയ്ക്കുവാൻ. അവരെ നോക്കാതെ പോയാൽ താഴേക്ക് വരുമ്പോൾ ആരും നോക്കില്ലെന്നും മോഹൻലാൽ പറയുന്നു. 1969 ആരംഭിച്ച ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ രാജ്യത്തെ സിനിമാ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് 2023 ഫാൽക്കെ പുരസ്കാരം. പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുൻപ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി. 23-ന് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിക്കും. 1978 തിരനോട്ടം എന്ന റിലീസാകാത്ത സിനിമയിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ മോഹൻലാൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 360-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 5 തവണ ദേശീയ സിനിമാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2001 പത്മശ്രീയും 2019 പത്മഭൂഷണും ലഭിച്ചു. കഴിഞ്ഞ തവണത്തെ ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി, ഗായകൻ ശങ്കർ മഹാദേവൻ, സംവിധായകൻ അശുതോഷ് ഗവാരിക്കർ എന്നിവരുടെ സമിതിയാണ് ഇക്കുറി പുരസ്കാരം നിർണയിച്ചത്. 10 ലക്ഷം രൂപ, സുവർണ കമലം എന്നിവ ഉൾപ്പെടുന്ന അംഗീകാരം 2023 ദേശീയ സിനിമാ അവാർഡിനൊപ്പമാണ് സമ്മാനിക്കുന്നത്.